നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ തുറന്നു സമ്മതിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിലെ തീരുമാനങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്തില്ല. ശബരിമല അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയാണെന്ന വ്യാജ പ്രചാരണം പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പത്മകുമാറിനെതിരെ അടിയന്തര നടപടി എടുക്കാതിരുന്നതും തിരിച്ചടിയായി. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ ശക്തമായി വിമർശിക്കാൻ കഴിയാതിരുന്നത് എതിരാളികൾക്ക് ആയുധമായെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അനിരു അശോകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിരു, ഇത് അണികൾക്കിടയിലൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ തോൽവിയുടെ കാരണങ്ങൾ ഇതെല്ലാമാണ് എന്നുള്ളത് നേതാക്കൾ കൂടി ഈ കാര്യങ്ങളൊക്കെ സമ്മതിക്കുകയാണോ? എന്താണ് പുത്തലത്ത് ദിനേശന്റെ ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത്? സ്വാതി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFിൻ്റെ തോൽവി, പ്രത്യേകിച്ച് CPMനേറ്റ കനത്ത തിരിച്ചടി സംബന്ധിച്ച് അണികൾക്കിടയിൽ ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററുമായ ദിനേശ് പുത്തലത്ത് ഇത്തരത്തിലൊരു പുത്തലത്ത് ദിനേശൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉണ്ടായ സ്ഥാനാർത്ഥികളുടെ നിർണയത്തെ സംബന്ധിച്ചിട്ടാണ്. ഇക്കാര്യത്തിലൊരു വലിയ വീഴ്ച സംഘടനയിലുണ്ടായി. പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെയുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു വിഷയം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് CPM അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള സംഗമം, അയ്യപ്പ സംഗമമാണ്. ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ദേവസ്വം ബോർഡാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും ഫലത്തിൽ അത് സർക്കാർ നടത്തുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ CPM നടത്തുന്ന പരിപാടിയാണെന്നുള്ള ഒരു പ്രചാരണം വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്നുണ്ടായി, UDFിൽ നിന്നുണ്ടായി. എന്നാൽ ഇക്കാര്യം പ്രതിരോധിക്കുന്നതിൽ CPMന് അല്ലെങ്കിൽ LDFിന് വീഴ്ച സംഭവിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM നേതാവ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നതിൽ വലിയ ഒരു കാലതാമസമുണ്ടായിരുന്നു. അത് പാടില്ലായിരുന്നു. അടിയന്തരമായി പത്മകുമാറിനെതിരെ നടപടിയെടുക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു വിഷയം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പല ഘടകങ്ങളിലായി പ്രവർത്തിക്കുന്നവർ പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 6 പേരാണ് അത്തരത്തിൽ മത്സരിക്കുകയും അതിൽ പലരും ജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. പാർലമെൻ്ററി മോഹങ്ങൾ പ്രവർത്തകർക്കിടയിൽ വർദ്ധിക്കുന്നു. ഇത് ഒഴിവാക്കാൻ നേതൃത്വം ഇടപെടണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരം ഒരു വീഴ്ച അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിച്ച നിലപാടാണ്. മലപ്പുറത്ത് മുസ്ലിങ്ങൾക്കെതിരായി അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ CPM അപ്പോഴേ അതിനെതിരെ അത് അങ്ങനെ ആവേണ്ടതല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടല്ല പാർട്ടിക്കുള്ളത് എന്നുള്ള ഒരു നിലപാടാണ്. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നൊരു നിലപാട് CPM വ്യക്തമാക്കിയെങ്കിലും പക്ഷേ അക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ അതുതന്നെയാണ് പാർട്ടിയിലെ ഉന്നത നേതാക്കളിൽ നിന്നടക്കം വിമർശനം ഉയർന്നു പാർട്ടിയുടെ വലിയ തോൽവിയിൽ. ആ വിവരങ്ങളാണ് അനിരു നൽകിയത്.